ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 2 കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൽ 6ാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 5 ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ എടുക്കുന്നത് മനസ്സിലാവുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. അതായത് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് മറ്റ് ക്ലാസ്സുകളുടെ പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ ഫങ്ഷണാലിറ്റീസും ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, പാരൻസിൻ്റെ അതേ സ്വഭാവം തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു. അതായത് പാരൻറ്റിൻ്റെ സെയിം സ്വഭാവം തന്നെ ഇൻഹെറിറ്റ് ചെയ്ത് ആർക്ക് ലഭിക്കുന്നു? അതിൻ്റെ പാരൻസിൻ്റെ അവരുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കാം. മറ്റൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. സോ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ലാൻഡ് വെഹിക്കിൾ, അതുപോലെ തന്നെ വാട്ടർ വെഹിക്കിൾ. അതായത് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതുപോലെ കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ എന്ന് വീണ്ടും നമുക്ക് എന്തായി ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എഗെയിൻ നമുക്ക് വീണ്ടും ഇതിന് ക്ലാസിഫിക്കേഷൻസ് പോസിബിൾ ആണ് അല്ലേ? അതായത് കരയിലൂടെ വെള്ളത്തിലൂടെ വരുന്ന വാഹനങ്ങളെ വീണ്ടും നമുക്ക് എടുക്കാം. അതുപോലെ ലാൻഡിലൂടെ പോകുന്ന വാഹനങ്ങൾ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബോട്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർ വെഹിക്കിളാണ്. കാരണം അതിന് വെള്ളത്തിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അതേസമയം അതുപോലെ ട്രക്ക് എന്ന് പറയുന്നത് ഒരു ലാൻഡ് വെഹിക്കിളാണ്. കാർ എന്ന് പറയുന്നത് ഒരു ലാൻഡ് വെഹിക്കിളാണ്. ഇവിടെ തന്നെ ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ കരയിലൂടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കാർ എന്ന് പറയുന്ന വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ കാറിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്? ലാൻഡ് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് കാറിനുണ്ട്. അതോടൊപ്പം വെഹിക്കിൾ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാറിന് ലഭിക്കുന്നു. അതുപോലെ ട്രക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രക്കിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ലഭിക്കുന്നത്? ലാൻഡ് വെഹിക്കിൾ പ്ലസ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്. അതുപോലെ ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ലഭിക്കുന്നത്? ഇതിന് ലാൻഡ് വെഹിക്കിൾസിന്റെ ഫങ്ഷണാലിറ്റി ഉണ്ട്, ഒപ്പം വാട്ടർ വെഹിക്കിളിന്റെ ഫങ്ഷണാലിറ്റീസും ഈ ഹോവർ ക്രാഫ്റ്റിന് ലഭിക്കും. കാരണം ഈ ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കരയിലൂടെയും സഞ്ചരിക്കും, അതേസമയം വെള്ളത്തിലൂടെയും സഞ്ചരിക്കും. അതുകൊണ്ട് ഇതിന്റെ രണ്ട് ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും ഈ ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന വെഹിക്കിളിന് ലഭിക്കും. സോ ഈ ഹോവർ ക്രാഫ്റ്റ് നമുക്ക് എന്ത് പറയാം? ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് വെഹിക്കിൾ പ്ലസ് വാട്ടർ വെഹിക്കിൾ പ്ലസ് വെഹിക്കിൾ. അതായത് ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസിന്റെ ടോട്ടൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതോടൊപ്പം അതിന്റെ സ്പെസിഫൈ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഈ ഹോവർ ക്രാഫ്റ്റിന് ലഭിക്കുന്നു. അതുപോലെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാകുന്നത്? വാട്ടർ വെഹിക്കിൾ പ്ലസ് വെഹിക്കിൾ. മനസ്സിലായോ? അതായത് കോമൺ ആയിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ടാവും. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് പാരന്റ് ക്ലാസ് ആണ്. അതായത് ഈ പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അടുത്തുള്ള സബ് ക്ലാസ്സുകളിലേക്ക്, മറ്റ് ക്ലാസ്സുകളിലേക്ക് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്, ഉദാഹരണമായി ഇവിടെ കാർ എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന് ഏതൊക്കെ ക്ലാസ്സുകളുടെ പ്രോപ്പർട്ടീസ് ആണ് ലഭിക്കുന്നത്? ലാൻഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസിന്റെ പ്രോപ്പർട്ടീസും പ്ലസ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഈ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ലഭിക്കുന്നത്? ലാൻഡ് വെഹിക്കിളിന്റെ പ്രോപ്പർട്ടീസ് പ്ലസ് വാട്ടർ വെഹിക്കിളിന്റെ പ്രോപ്പർട്ടീസ്, അതോടൊപ്പം വെഹിക്കിൾ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള മറ്റൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഈ ഹോവർ ക്രാഫ്റ്റിനൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് മനസ്സിലായോ? ഇനി ഒന്നുകൂടി നമുക്ക് ഡെഫിനിഷൻ വായിച്ചു നോക്കാം. Inheritance is the process by which objects of one class acquire the properties and functionalities of another class. ക്ലിയർ ആയല്ലോ? മറ്റ് ക്ലാസ്സുകളുടെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും വേറൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റിന് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻഹെറിറ്റൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് റീയൂസബിലിറ്റി. ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ റീയൂസബിലിറ്റി, ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഈ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഈ കോമൺ ആയിട്ടൊരു ക്ലാസ് ഉണ്ട്.
ഈ ക്ലാസ്സിനെ വീണ്ടും എന്താ ഡിവൈഡ് ചെയ്താണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ പോകുന്നത്. എഗെയിൻ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കാറിനെ വീണ്ടും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അല്ലേ വരുന്നത്. ഈ ടോപ്പ് ഡൗൺ സ്ട്രക്ചർ ആണല്ലേ വരുന്നത്. അതായത് കോമൺ പ്രോപ്പർട്ടീസ് ആണ് ടോപ്പ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്നുള്ളത്. സോ ഈ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് വീണ്ടും അതിന്റെ സബ് ക്ലാസ്സുകൾ ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ് ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് മറ്റു ക്ലാസ്സുകൾക്ക് കിട്ടും, ഈ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ്സുകൾക്ക് കിട്ടും. വീണ്ടും നമുക്ക് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും ഇവിടെ ഡിറൈവ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? കോംപ്ലക്സിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഗ്രേറ്റ്ലി ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ഇവിടെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ തന്നെ വാട്ടർ വെഹിക്കിളും അതുപോലെ ലാൻഡ് വെഹിക്കിളും അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു സിറ്റുവേഷനിൽ എന്താ, അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? കോംപ്ലക്സിറ്റി വളരെ കൂടുതലാണ്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് മിസ് ചെയ്ത് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് പോലെയാണ് അവിടെ അറേഞ്ച്മെന്റ് വരുന്നത്. അതേസമയം ഇൻഹെറിറ്റൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ മെയിൻ ക്ലാസ്സിനെ വീണ്ടും നമ്മൾ സബ് ക്ലാസ്സുകളാക്കുന്നു. ആ സബ് ക്ലാസ്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കോംപ്ലക്സിറ്റി നമുക്ക് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്നത് വഴി കുറയ്ക്കുവാൻ സാധിക്കും. വൺസ് എ ക്ലാസ് ഈസ് റിട്ടേൺ, created and debugged, if needed it can be distributed for use in other programs. This is called reusability. നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ അതുപോലെ റീയൂസബിലിറ്റി, ഇത് രണ്ടുമാണ് ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീയൂസബിലിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ക്ലാസ് എഴുതി കഴിഞ്ഞു, അത് ഡീബഗ് ചെയ്തു, അതിൻ്റെ എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തു. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വേറെ പ്രോഗ്രാംസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. റീയൂസബിലിറ്റി ഇതിനുണ്ടെന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വി ക്യാൻ ആഡ് അഡീഷണൽ ഫീച്ചേഴ്സ് ടു എൻ എക്സിസ്റ്റിംഗ് ക്ലാസ് വിതൗട്ട് മോഡിഫൈങ് ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്ലാസ്. നമുക്ക് വേണമെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഓൾറെഡി ഉള്ള ക്ലാസ്സുകളിലേക്ക് ആഡ് ചെയ്യാം. മനസ്സിലായോ? ഓൾറെഡി ഉള്ള ക്ലാസ്സുകളെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഉള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമ്മൾ അടുത്തൊരു സ്ലൈഡ് വരുമ്പോൾ പഠിക്കും. The new class will inherit the capabilities of the old one and can add the features of its own. പുതിയ ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പുതിയ ക്ലാസ്സിന് പഴയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാകും, അതോടൊപ്പം തന്നെ അതിൻ്റെതായ ഫീച്ചേഴ്സും ഉണ്ടാവും. കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കാർ എന്ന് പറയുന്ന ക്ലാസ്സിന് ലാൻഡ് വെഹിക്കിൾസിന്റെ പ്രോപ്പർട്ടീസും ലഭിക്കും, വെഹിക്കിൾ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും ലഭിക്കും. കാർ എന്ന് പറയുന്ന ആ ക്ലാസ് മാത്രം എടുത്താൽ ആ ക്ലാസ്സിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ? അപ്പം അതായത് ആ ഒരു ക്ലാസ്, ഒരു പുതിയ ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പുതിയ ക്ലാസ്സിന് പഴയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ലഭിക്കും, അതോടൊപ്പം നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഫീച്ചേഴ്സും അതിന് ലഭിക്കും. ക്ലിയർ ആയല്ലോ? The existing class is called the base class and the new class is referred to as derived class. ഇവിടെ ഓൾറെഡി ഉള്ള ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ ആ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന പുതിയ ക്ലാസ്സുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഉദാഹരണമായിട്ട് ഇവിടെ ബേസ് ക്ലാസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫീച്ചർ എ, ഫീച്ചർ ബി, ഇതാണ് നമ്മുടെ ബേസ് ക്ലാസ്. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് രണ്ട് പുതിയ ക്ലാസ്സുകൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. സോ അതിനെ നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് ക്ലാസ്. സോ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? നേരത്തെ നമ്മൾ ആ പോയിന്റിൽ പറഞ്ഞു, പുതിയ ക്ലാസ്സിന് പഴയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാവും. കാരണം ഇവിടെ നിന്നാണല്ലോ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അതേ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം, നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ലേ? സോ അതുപോലെ തന്നെയാണ് ഇവിടെയും പാരന്റ് ക്ലാസ്സിന്റെ സ്വഭാവങ്ങൾ അതുപോലെ തന്നെ ബേസ് ക്ലാസ്സിന് ലഭിക്കാം. ഇവിടെ ഫീച്ചർ എ, ഫീച്ചർ ബി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് ഫീച്ചേഴ്സും ഡിറൈവ് ക്ലാസ്സിനുണ്ട്. അതോടൊപ്പം പുതിയ ഫീച്ചേഴ്സും നമ്മൾ ആഡ് ചെയ്യുന്ന പുതിയ ഫീച്ചേഴ്സ് എന്ത് കിട്ടും? ഡിറൈവ്ഡ് ക്ലാസ്സിന് ലഭിക്കും. ഫീച്ചർ സി, ഫീച്ചർ ഡി. അതുപോലെ ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബേസ് ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിന് ലഭിക്കുന്നു. ഫീച്ചർ എ, ഫീച്ചർ ബി അതുപോലെ തന്നെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിന് ലഭിക്കുന്നു. ഫീച്ചർ എ, ഫീച്ചർ ബി അതോടൊപ്പം പുതിയതായിട്ട് ആഡ് ചെയ്ത ഫീച്ചേഴ്സും കൂടി നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിന് ലഭിക്കുന്നു. ഫീച്ചർ സി, ദ ഡിറൈവ്ഡ് ക്ലാസ് വിൽ ഹാവ് combined features of both the classes. A number of classes can be derived from existing class. നമുക്കറിയാലോ, ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ നിന്ന് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. Thus the level of hierarchy can be extended to any level. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ക്ലാസ്സുകളെ നമുക്ക് വീണ്ടും എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് ഹയറാർക്കി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എനി ലെവൽ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്.
സോ എത്ര ടൈപ്സ് ആണ് ഇൻഹെറിറ്റൻസ് വരുന്നത്? സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സോ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ക്ലാസ്സും അതുപോലെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഇതൊരു സിംപിൾസ്റ്റ് ഫോം ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബേസ് ക്ലാസ് ഉണ്ടാവും. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഡിറൈവ്ഡ് ക്ലാസ്സുകൾ വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു വെഹിക്കിളിൻ്റെ ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർത്താൽ മതി. ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നായിരിക്കും ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂ ക്ലാസ്സുകൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇതാണ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് അതിന് പ്രോപ്പർട്ടീസ് ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഒന്നോ അതിലധികമോ പാരന്റ് ക്ലാസ്സിൽ നിന്നായിരിക്കും. പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്സുകളിൽ നിന്നായിരിക്കും. ഇവിടെ എ ബി എന്ന് പറയുന്ന 2 ബേസ് ക്ലാസ്സുകളുണ്ട്. അതിൽ നിന്നാണ് സി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ലഭിക്കുന്നത്. അതുപോലെ മൾട്ടി ലെവൽ എന്ന് പറയുന്നത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, അത്തരത്തിലുള്ള ഡിറൈവ് ചെയ്ത് വരുന്ന മെത്തേഡാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഹയറാർക്കിക്കൽ പ്ലസ് ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ക്ലാസ്സുകൾക്ക് പ്രോപ്പർട്ടീസ് ലഭിക്കുന്നു. ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും അടുത്തടുത്ത ലെവലിലേക്ക് വേണമെങ്കിൽ ഈ ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. അപ്പോൾ നമുക്ക് ആകെ ഒരു പേര് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, let us try to implement the concept of inheritance in our school software. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സ്കൂൾ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ. സോ ഈ ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ഉണ്ട്. നമുക്ക് ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിലേക്ക് 2 ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഏജ്, അതുപോലെ സ്റ്റുഡൻറ്റ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്ന 2 കാര്യങ്ങൾ കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പോലെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയൊരു ക്ലാസ് നമുക്ക് ഡിറൈവ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ എളുപ്പം അല്ലേ? ഇപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിന് സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഒപ്പം ഏജ്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഈ 2 ഫീച്ചറും കൂടി എന്തിനു ലഭിക്കും, ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിന് ലഭിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഈ ആരോ മാർക്ക് മുകളിലേക്ക് കാണിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ന്യൂ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്. ന്യൂ സ്റ്റുഡൻറ്റിന് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷനാലിറ്റീസും എല്ലാം ലഭിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആരോ മാർക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഒരു പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ഇതാണ്: ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് കോളൻ ആക്സസ് സ്പെസിഫയർ ബേസ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ് ഏതാണോ ക്ലാസ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്. ആക്സസ് സ്പെസിഫയർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഇതെല്ലാമാണ് നമ്മുടെ ആക്സസ് സ്പെസിഫയർ. അപ്പോൾ ഏത് ആക്സസ് സ്പെസിഫയർ ആണെന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബേസ് ക്ലാസ്, പിന്നീട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഏതൊക്കെ മെമ്പേഴ്സ് വേണം, പുതിയ മെമ്പേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഈ പുതിയ ക്ലാസ് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മൾ ഉപയോഗിക്കും: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഇനിയോ ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് അടുത്തൊരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ്സിൽ നമുക്കറിയാം, ബേസ് ക്ലാസ്സിൽ പബ്ലിക് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻസസ് എല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പബ്ലിക് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഒരു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണതെങ്കിൽ ആ ക്ലാസ്സിനും അതുപോലെ മറ്റ് ക്ലാസ്സുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ ക്ലാസ്സിന് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം ആ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന മറ്റ് ക്ലാസ്സുകൾക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസും ഡാറ്റ മെമ്പേഴ്സും ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ എന്ത് പറ്റൂ, പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ബേസ് ക്ലാസ്സിൽ നിന്ന് പബ്ലിക് ആയിട്ടാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു പുതിയൊരു ക്ലാസ് നിങ്ങൾ
ബേസ് ക്ലാസ്സിൽ നിന്ന് പബ്ലിക് ആയിട്ടാണ് ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്? അതായത് പബ്ലിക് ആയിട്ടാണ് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് ആയിട്ട് നിങ്ങളുടെ ബേസ് ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് നമുക്ക് പബ്ലിക് ആയിട്ട് ലഭിക്കും. പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബേസ് ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ലഭിക്കും. ദെൻ പ്രൈവറ്റ് ആയിട്ടുള്ളത് പ്രൈവറ്റ്. ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം പ്രൈവറ്റ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിന് മാത്രമേ പറ്റുള്ളൂ. ബേസ് ക്ലാസ്സിൽ പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഡിറൈവ്ഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്സസ് സ്പെസിഫയർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ബേസ് ക്ലാസ്സിൽ പബ്ലിക് ആയിട്ടുള്ള മെമ്പേഴ്സ് നിങ്ങളുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ വരുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം നിങ്ങളവിടെ ഉപയോഗിച്ച ആക്സസ് സ്പെസിഫയർ എന്താ? പ്രൊട്ടക്റ്റഡ് ആണ്. അതേസമയം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആയിട്ടുള്ളത് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ആയിട്ടുള്ളത് ആ ക്ലാസ്സിന് പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പറാണ്. അതേസമയം നിങ്ങളൊരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് മെമ്പേഴ്സ് ആക്സസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ, അതായത് നിങ്ങളവിടെ ഉപയോഗിക്കുന്ന ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പബ്ലിക് ആയിട്ടുള്ള മെമ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് ആയിട്ടുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, പഠിക്കാൻ എളുപ്പമല്ലേ? കാരണം പബ്ലിക് ആയിട്ടാണെങ്കിൽ നമുക്ക് ഓൾറെഡി ബേസ് ക്ലാസ്സിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കും. പബ്ലിക് പബ്ലിക്, പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് പ്രൈവറ്റ്. അതേസമയം പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ പബ്ലിക് ആയിട്ടുള്ളതും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ലഭിക്കും, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ലഭിക്കും, പ്രൈവറ്റ് ആയിട്ടുള്ളതും പ്രൈവറ്റ് ആയിട്ട് ലഭിക്കും. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ ആദ്യം ഹെഡർ ഫയൽസ് എഴുതി. അതിനുശേഷം ഒരു പാരന്റ് ക്ലാസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലാസ് പാരന്റ് എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ്സിലെ പബ്ലിക് ആയിട്ട് നമ്മളൊരു മെമ്പർ, ഡാറ്റ മെമ്പർ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് പാരന്റ് ഏജ്, അതായത് പാരന്റിന്റെ ഏജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഇൻറ്റിജർ വേരിയബിൾ നമ്മളോട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതിനുശേഷം ആ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഈ പാരന്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഞാൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഞാൻ ചൈൽഡ് എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്താ വരുന്നത്? ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ പേര്. ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ചൈൽഡ് എന്നാണ് ഡിറൈവ്ഡ് ക്ലാസ്സിന് പേര് കൊടുത്തത്. കോളൻ ആക്സസ് സ്പെസിഫയർ. നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്സസ് സ്പെസിഫയർ ഏതാണ്? ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചത് പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ആണ്. സ്പേസ് ബേസ് ക്ലാസ്സിന്റെ പേര്. അപ്പോൾ ബേസ് ക്ലാസ്സിന്റെ പേരെന്താ? പാരന്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ കൊടുക്കുന്ന ഏത് ലെറ്റേഴ്സിലാണോ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒന്നും മാറാതെ തന്നെ. ഇനി ഈ ക്ലാസ്സിൻ്റെ അകത്ത് പബ്ലിക് ആയിട്ട് ഇൻറ്റ് ചൈൽഡ് ഏജ്, ചൈൽഡ് ഏജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഇൻറ്റിജർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഈ ക്ലാസ് ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് ഒബ്ജക്റ്റ് വരുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, ഇൻറ്റ് മെയിൻ. സോ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ചൈൽഡ് ഒബ്ജക്റ്റ്, അതായത് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. കാരണം നമുക്കറിയാം ഇവിടെ രണ്ട് ക്ലാസ്സുകളുണ്ട്. പാരന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മളുണ്ട്, ബേസ് ക്ലാസ്സും ഉണ്ട്. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്തു. പക്ഷേ ഇവിടെ ചൈൽഡിന് മാത്രമേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുള്ളൂ. കാരണം എന്താ? കാരണം നമുക്കറിയാലോ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് ബേസ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ഫംഗ്ഷനാലിറ്റീസും ലഭിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരന്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിലുള്ള പാരന്റ് ID ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ആകെ ചൈൽഡിന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? An object of class child has all data members and member functions of class parent. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് ഡോട്ട് പാരന്റ് ഏജ് ഈക്വൽ ടു 40. പാരന്റിന്റെ ഏജ് 40 ആയിട്ട് നമ്മൾ കൊടുത്തു. അതുപോലെ ഒബ്ജക്റ്റ് ഡോട്ട് ചൈൽഡ് ഏജ് ഈക്വൽ ടു 10. ദെൻ സി ഔട്ട് ചൈൽഡ് ഏജ് ഈസ് ഒബ്ജക്റ്റ് ഡോട്ട് ചൈൽഡ് ഏജ്. ചൈൽഡ് ഏജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണിത്. അതുപോലെ തന്നെ പാരന്റ് ഏജ് ഡിസ്പ്ലേ ചെയ്യാൻ സി ഔട്ട് പാരന്റ് ഏജ് ഈസ് ഒബ്ജക്റ്റ് ഡോട്ട് പാരന്റ് ഏജ്. ദെൻ ഈ മെയിൻ ഫംഗ്ഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ചൈൽഡ് ഏജ് ഈസ് 10, പാരന്റ് ഏജ് ഈസ് 40. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊരു സിംഗിൾ ഒബ്ജക്റ്റ് വെച്ച് തന്നെ, അതായത് ഈ ചൈൽഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് പാരന്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ലഭിച്ചു. അതുകൊണ്ട് ആ ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ബേസ് ക്ലാസ്സും ആക്സസ് ചെയ്യാൻ പറ്റി, ബേസ് ക്ലാസ്സിലേക്കും വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിച്ചത്. ചൈൽഡ് ഏജ് ഈസ് 10, പാരന്റ് ഏജ് ഈസ് 40. മനസ്സിലായല്ലോ? അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.
ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്